മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ദിനംപ്രതി രൂക്ഷമാകുമ്പോൾ സമാധാനത്തിനായുള്ള ലോകത്തിന്റെ പ്രതീക്ഷകൾ ഇപ്പോൾ ന്യൂഡൽഹിയിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കുമാണ് നീളുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നയതന്ത്ര സ്വാധീനം അടിവരയിടുന്ന ഒരു സുപ്രധാന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഫോൺ കോൾ, അത് മതി ഈ പ്രതിസന്ധി പരിഹരിക്കാൻ. ഒരു ഫോൺ കോളിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ത്യയിലെ ആദ്യത്തെ UAE അംബാസിഡറായ ഹുസൈൻ ഹസൻ മിർസ ഒരു ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കിയ വാക്കുകളാണിത്. ഭൂമിശാസ്ത്രപരവും നയതന്ത്രപരവും വളരെ സെൻസിറ്റീവുമായ ഒരു സ്ഥാനത്ത് ഇന്ന് UAE ഉള്ളത്. ഒരു വശത്ത് അവർ ഇറാന്റെ അയൽരാജ്യമാണ്, മറുവശത്ത് എബ്രഹാം അക്കോർഡ്സ് കരാർ പ്രകാരം ഇസ്രയേലിന്റെ പങ്കാളിയാണ്. എന്നിട്ടും ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇടപെടലാണ് അവർ ആഗ്രഹിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കൾക്കിടയിലും ജനങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി മോദിക്കുള്ള വലിയ സ്വാധീനമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. പരസ്പരം പോരടിക്കുന്ന ഇറാനും ഇസ്രയേലിനും ഒരുപോലെ വിശ്വാസമുള്ള, അവർ അംഗീകരിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്ന വലിയ സന്ദേശമാണ് UAE നൽകുന്നത്. തങ്ങളുടെ മണ്ണ് ഈ യുദ്ധത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും UAE അംബാസിഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് യുദ്ധത്തിന്റെ കെടുതികൾ സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്തേക്ക് നീങ്ങുകയാണ്. ഇറാനിലെ പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഖമേനി അധികാരമേൽക്കുന്ന ഈ മാറ്റത്തിന്റെ ഘട്ടത്തിൽ ആക്രമണങ്ങൾക്ക് ശക്തിയേറുകയാണ്. ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച മധ്യ ഇറാനിലും ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തി. യുദ്ധത്തിന്റെ മാനുഷിക നഷ്ടം വളരെ വലുതും വേദനിപ്പിക്കുന്നതുമാണ്. 1332 സാധാരണക്കാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടതെന്ന് ഇറാന്റെ UN പ്രതിനിധി വ്യക്തമാക്കി. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ചികിത്സയിലായിരുന്ന 7ാമത്തെ അമേരിക്കൻ സൈനികനും കഴിഞ്ഞ ദിവസം മരിച്ചു. ജീവഹാനി വർദ്ധിക്കുകയും മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഈ ദുരന്തമുഖത്താണ് ഇന്ത്യയുടെ ഇടപെടൽ ലോകം ആവശ്യപ്പെടുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന ഒരു ആഗോള ശക്തിയായി ഇന്ത്യ ഇന്ന് മാറിക്കഴിഞ്ഞു. ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നുള്ള ആ ഒരു നിർണായക കോളിനായിട്ടാണ്.